കേരളം ഞെട്ടിയ ക്രൂരമായിട്ടുള്ള ഒരു കേസായിരുന്നു കരുവാറ്റയിലേത്. അതൊരു കൊലപാതകം എന്നുള്ളത് മാത്രമല്ല, 74 വയസ്സുള്ള മുത്തശ്ശനെ കൊലപ്പെടുത്താൻ വേണ്ടി 13 വയസ്സുള്ള കൊച്ചുമകൾ കൊട്ടേഷൻ നൽകുക ഒരുപക്ഷെ കേരളത്തിൽ വളരെ അപൂർവം, കേട്ടുകേൾവിയില്ലാത്ത ഒരു കേസ് എന്ന് തന്നെ പറയാം. ആ ലക്ഷ്യം വീട്ടിലെ സ്വർണ്ണമായിരുന്നു. മറ്റാരും ഇല്ലാത്തൊരു സമയത്ത് മുത്തച്ഛനെ കൊലപ്പെടുത്തുകയും വീട്ടിലെ സ്വർണ്ണമെടുത്ത് അതിൽ നിന്ന് ഐഫോൺ ഈ കൊച്ചുമകൾ വാങ്ങുകയും കൂട്ടുപ്രതികൾക്ക് ബൈക്ക് വാങ്ങുകയും എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യമുണ്ടായിരുന്നത്. വീട്ടിൽ മറ്റാരും ഇല്ലാത്തൊരു സമയം അത് മൊബൈലിലൂടെ ഈ പ്രതികൾക്ക് കൈമാറുന്നു. എല്ലാവരും തന്നെ 18 വയസ്സിന് താഴെയുള്ള ആളുകളാണ്. ഈ കൊച്ചുമകൾക്ക് 13 വയസ്സ് മാത്രം പ്രായം. ഈ കേസിൽ ഉടൻ തന്നെ റിപ്പോർട്ട് നൽകാൻ ഒരുങ്ങുകയാണ് കേരള പോലീസ്. അതിൽ പ്രധാനമായും അതിക്രൂരമായിട്ടുള്ള കൃത്യമാണ് നടന്നത് എന്നുണ്ടെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള ആളുകളാണെങ്കിൽ പോലും അവരെ മുതിർന്നവരായി കണക്കാക്കാമെന്നുള്ള ചട്ടം ഉപയോഗപ്പെടുത്തിയാണ് ഇവരെ മുതിർന്നവരായി കണക്കാക്കി തന്നെ ഈ കേസ് മുന്നോട്ട് പോകണം എന്നുള്ള പോലീസിന്റെ ആവശ്യമുള്ളത്. പക്ഷേ 18 വയസ്സിന് താഴെയുള്ളവരായതുകൊണ്ട് തന്നെ പ്രാഥമിക ഘട്ടത്തിൽ ബാലനീതി വകുപ്പ് പ്രകാരമാണ് കേസെടുക്കുകയും അതിന്റെ നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്യുക. ഇന്നലെ ഈ പ്രതികളെല്ലാം തന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപിൽ ഹാജരാക്കുകയും സംരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. അടുത്ത ദിവസത്തിൽ തന്നെ ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ കൂടി ഒരുങ്ങുകയാണ് പോലീസ്. എടുത്തു പറയേണ്ടത്, ഈ കൂട്ടുപ്രതിയായിട്ടുള്ള കാമുകനാണ് ഈ 13 വയസ്സുകാരുടെ കാമുകനായ ആളോട് പറഞ്ഞിരിക്കുന്നത് മുത്തച്ഛനിൽ നിന്ന് ബാഡ് ടച്ച് ഉണ്ടായി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കാണ്. അത് ഒരു പ്രതികാര നടപടി ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിൽ ഒരു കഴമ്പുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ വ്യക്തമാവുക. വളരെ കൃത്യമായി തന്നെ ഒരു ഉദ്ദേശത്തോടു കൂടി, വീട്ടിലെ സ്വർണം എടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി മുത്തച്ഛനോടുള്ള പക കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് നൽകിയ ഒരു കൊട്ടേഷൻ എന്നുള്ളത് തന്നെയാണ് പോലീസും ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അപ്പോൾ റിപ്പോർട്ട് ഉടൻ നൽകുക, അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ഇതിന്റെ പ്രാഥമിക നടപടികളിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്.